KSEB ഓഫീസിൽ കയറി ഓവർസിയറെ കരാറുകാരൻ മർദ്ദിച്ചതായി പരാതി. ആലപ്പുഴ സ്വദേശിയും KSEB അണക്കര ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ ഓവർസിയറുമായ വിദ്യാസാഗറിനാണ് മർദ്ദനമേറ്റത്. അണക്കര സ്വദേശിയായ കരാറുകാരൻ റോണി എബ്രഹാമിനെതിരെയാണ് കുമളി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് മർദ്ദനം നടന്നതായി പരാതിയിൽ പറയുന്നത്. കരാറുകാരനായ റോണിയുടെ വാഹനമാണ് KSEBക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പോകുന്നതിനു വേണ്ടി പലവട്ടം കരാറുകാരനെ വിളിച്ചിട്ടും വരാത്ത വിവരം ഓവർസിയർ സബ് എഞ്ചിനീയറെ അറിയിച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് റോണി ഓഫീസിലെത്തി ഓവർസിയറെ മർദ്ദിച്ചതെന്നാണ് ഇദ്ദേഹം കുമളി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഡയറക്ടർ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലെ ജോലിയല്ല, ഇത് ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. ആ വാഹനത്തിന് ഞങ്ങൾക്ക് സമയത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വാഹനം കിട്ടണമെന്ന് പറഞ്ഞു, അല്ല ഡ്രൈവറെ കിട്ടണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി. അത് കഴിഞ്ഞൊരു 9 മണിയോടുകൂടി ഞങ്ങളുടെ സൺറൈസ് മീറ്റിങ്ങിനെ കൂടി ബാക്കിയുള്ള സഹപ്രവർത്തകരും കൂടി വരുന്നുണ്ട്. ആ വന്നിരിക്കുന്ന സമയത്താണ് ഓഫീസിലേക്ക് കടന്നു കയറിയേച്ചും ഇവിടെ ഷട്ടർ വെക്കാനായിട്ടിരിക്കുന്ന കമ്പി വടികൊണ്ട് എന്നെ അടിച്ച് ഞാൻ കയറി പിടിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൈ മുഷ്ടി ചുരുട്ടി എന്നെ ഇടിക്കുകയും ഇത് എൻ്റെ തോളത്ത് കിടന്ന ടാഗാണ്, ഇതെല്ലാം വലിച്ച് പൊട്ടിച്ച്, അതുപോലെ തന്നെ എൻ്റെ ഷർട്ട് ഇടുന്നതെല്ലാം വലിച്ചു കീറുകയും ആ ഷർട്ട് വലിച്ചു കീറുകയും എന്നെ ദേഹോദരെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഓവർസിയറെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും ചെറിയ തോതിൽ വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്നും കരാറുകാരനായ റോണി എബ്രഹാം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.